Hello friends, I am Dr. Rajesh Kumar. കോവിഡ് രോഗം വന്നു മാറിയവരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ശ്വാസകോശത്തിന് വരുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾ. ഇത് ഒരുപക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചിലൊരു അസ്വസ്ഥത വരുന്നു, ശ്വാസം പൂർണ്ണമായിട്ടും എടുക്കാൻ പറ്റുന്നില്ല, എവിടെ ഒന്ന് തങ്ങി നിൽക്കുന്ന ഒരു ഫീലിംഗ് വരുന്നു, സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴോ വല്ലാതെ വരുന്ന ഒരു കിതപ്പ്, ശ്വാസം എടുക്കുന്നതിൻ്റെ ഗതിവേഗം നോർമൽ നിന്ന് ഒരു അല്പം എപ്പോഴും കൂടിയിരിക്കുന്ന പോലുള്ള ഒരു തോന്നൽ വരിക, അവർക്ക് ചില സമയത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് അകാരണമായിട്ട് ഒരു കുത്തിക്കൊള്ളുന്ന പോലുള്ള ഒരു വേദന ഫീൽ ചെയ്യുക. ഇത് കോവിഡ് രോഗം വന്നു മാറിയ ഒരുപാട് പേർക്ക് ശ്വാസകോശത്തിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. ഇത് കോവിഡ് രോഗം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവർക്കും കോവിഡ് രോഗം വന്ന് വീടുകളിൽ തന്നെ ചികിത്സയിൽ കഴിഞ്ഞവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, കോവിഡ് രോഗം വരുന്നവരിൽ കൂടുതൽ പേരെയും ഇത് ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനാണ്. ശ്വാസകോശത്തിലെ കോശങ്ങൾക്ക് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജനെ രക്തത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വരുന്ന ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് പോലെയെല്ലാം കാണുന്നത്. ഈ ഒരു അവസ്ഥയെല്ലാം പലപ്പോഴും കോവിഡ് രോഗം വന്ന് മാറിക്കഴിഞ്ഞിരുന്നാലും ഓക്സിജൻ ലെവലൊക്കെ നോർമൽ ആകുമെങ്കിലും ശ്വാസകോശം നോർമലായി വരാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം. പലർക്കും ഈ കോവിഡ് രോഗം വന്ന് മാറിയിട്ട് വരുന്ന ജലദോഷം, തൊണ്ടയടപ്പ്, ചുമ, അതേപോലെ വരുന്ന ശ്വാസമുട്ടലുകൾ, പലപ്പോഴും അവർക്ക് ഈ അല്പം സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നെഞ്ചിലൊരു വലിവിൻ്റെ പോലെ ഒരു ശബ്ദം, ചെറിയ വിസിലിംഗ് പോലുള്ള ശബ്ദം കേൾക്കുക, ഇതും കോമൺ ആയിട്ട് കോവിഡ് രോഗം കഴിഞ്ഞിട്ട് കാണാറുണ്ട്. കോവിഡ് രോഗം വന്നു മാറിയവർക്ക് തങ്ങളുടെ ശ്വാസകോശം പഴയ പോലെ നോർമലായും തിരിച്ചറിയാൻ വലിയ മാർഗ്ഗങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കടുത്ത ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഒരു ചെസ്റ്റ് എക്സ്റേയോ CT സ്കാനോ നോക്കിയാൽ നമ്മുടെ ശ്വാസകോശത്തിനകത്ത് പൾമണറി ഫൈബ്രോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഇത് ഒരു കടുത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതല്ലാതെ നമുക്ക് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പല ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ ഇത് ശ്വാസകോശത്തിൻ്റെ പ്രശ്നമാണോ, നമ്മുടെ ശ്വാസകോശം നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് രോഗം വന്നു മാറിയവർക്ക് നമ്മുടെ ശ്വാസകോശം നോർമലായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാനുള്ള ഒരു സിമ്പിൾ ടെസ്റ്റ് ഞാൻ വിശദീകരിക്കാം. ബോൾട്ട് സ്കോർ എന്നാണ് ഈ ഒരു ടെസ്റ്റിന് പറയുന്ന പേര്. ബോൾട്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ബോഡി ഓക്സിജൻ ലെവൽ ടെസ്റ്റ് എന്നാണ് BOLT ബോൾട്ട് സ്കോറിനെ പറയുന്നത്. ബോൾട്ട് സ്കോർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടെസ്റ്റാണ്. ആർക്ക് വേണമെങ്കിലും വീടുകളിൽ ലളിതമായിട്ട് ചെയ്തു വെക്കാവുന്നതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നോർമലി നിവർന്നിരുന്നതിന് ശേഷം ശ്വാസം നോർമലായിട്ട് എടുത്തു വിടുന്ന സമയത്ത് ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് എടുത്ത്, നിങ്ങൾ ശക്തമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കേണ്ട, നോർമലായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം മൂക്ക് ക്ലോസ് ചെയ്ത് പിടിക്കുക. അതായത് നമ്മളിങ്ങനെ ശ്വാസം വലിച്ചിട്ട് മൂക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെ അടച്ചു പിടിക്കുക. നിങ്ങൾ എത്ര സമയം നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ മൂക്ക് അടച്ചു പിടിക്കുന്നത് നമുക്ക് ഇടയ്ക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം എന്ന് തോന്നിയിരുന്നാലും എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ എത്ര സമയം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സ്റ്റോപ്പ് വാച്ച് വെച്ച് നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലോക്കിലോ നിങ്ങളുടെ വാച്ചിലോ എത്ര സെക്കൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും നോക്കുക. ഇത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സമയമല്ല. എപ്പോഴാണോ നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ വേണം എന്നുള്ള ഒരു സെൻസേഷൻ, ആ ഒരു ട്രിഗർ എപ്പോൾ വരുന്നുവോ ആ സമയത്ത് നമുക്കിത് വിടാം. എത്ര സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു നോക്കുക. എത്ര സെക്കൻഡാണ് നിങ്ങളിങ്ങനെ മൂക്കടച്ചു പിടിച്ച് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ശ്വാസം നമ്മളിങ്ങനെ എടുക്കാതെ വയ്ക്കുന്ന സമയത്ത്, അനങ്ങാതിരിക്കുന്ന സമയത്ത് നമുക്ക് തൊണ്ടയിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് ശ്വാസം മുകളിലേക്ക് വന്ന് മുട്ടുന്നത് പോലുള്ള ഒരു സെൻസേഷൻ, പലപ്പോഴും നമുക്ക് ഈ മുട്ടൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് കുടിനീര് താഴേക്ക് ഇറക്കും. ഇതാണ് നമ്മൾ ഈ ഒരു നമുക്ക് ഓക്സിജൻ വേണം, നമ്മൾ ശ്വാസം എടുക്കണം എന്ന് തിരിച്ചറിയുന്ന ആദ്യത്തെ സെൻസേഷൻ. ഇങ്ങനെ തൊണ്ടയ്ക്ക് പെട്ടെന്ന് മുകളിലേക്ക് എന്തോ കയറി വരുന്ന പോലുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് നിർത്താം. നിങ്ങൾ ഇത്തരത്തിൽ മൂക്കടച്ചു പിടിച്ചിട്ട് ഈ ഒരു ടെസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് 40 സെക്കൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോൾട്ട് സ്കോർ 40 ആണ് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരു കോവിഡ് രോഗം വന്നു, ശ്വാസകോശത്തിനെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബോൾട്ട് സ്കോർ പലപ്പോഴും 15 മുതൽ 20 വരെ മാത്രമേ കാണുകയുള്ളൂ. ഈ ഒരു അവസ്ഥ ഭയപ്പെടേണ്ടതല്ല. ക്രമേണ നമ്മുടെ ശ്വാസകോശം നോർമലായിട്ട് വരുന്നതനുസരിച്ച് നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് 4-5 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ബോൾട്ട് സ്കോർ വർദ്ധിപ്പിച്ച് 40ലേക്ക് ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എത്തിക്കാൻ സാധിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. കോവിഡ് രോഗം വന്ന് മാറിയവർക്ക് മാത്രമല്ല കേട്ടോ ബോൾട്ട് സ്കോറിൽ ഒരു കുറവ് വരുന്നത്. നിങ്ങൾക്ക് മൂക്കടപ്പുണ്ടെങ്കിലോ, വിട്ടുമാറാതെ ജലദോഷം, അലർജി പോലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, ശ്വാസമുട്ടൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, ശ്വാസകോശത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ, വിട്ടുമാറാതെ പുകവലി ശീലമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ
നിങ്ങൾക്ക് TB പോലുള്ള രോഗങ്ങൾ വന്ന് ശ്വാസകോശത്തിനെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പൾമണറി ഫൈബ്രോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ, ആസ്മ രോഗം ഉള്ളവരാണ്, അതിൻ്റെ ചികിത്സയിലിരിക്കുന്നവരാണെങ്കിൽ എല്ലാം ബോൾ സ്കോർ കുറഞ്ഞിരിക്കും. മാത്രമല്ല കടുത്ത അനീമിയ, വിളർച്ച രോഗമുള്ളവർക്ക് ഒരുപക്ഷെ ബോൾ സ്കോർ കുറഞ്ഞ് കണ്ടുവന്ന് വരാം. നിങ്ങൾ ഒരുപക്ഷെ കടുത്ത വ്യായാമം ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഈ ബോൾ സ്കോർ ടെസ്റ്റ് ചെയ്തു നോക്കി, നിങ്ങൾക്കിത് വളരെ കുറവായിട്ടായിരിക്കും. ഒരു 15-20 സെക്കൻഡ് മാത്രമേ ഈ ബോൾ സ്കോർ രേഖപ്പെടുത്തത്തുള്ളൂ. കാരണം നിങ്ങൾ കടുത്ത എക്സസൈസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്സിജൻ കൂടുതലായിട്ട് ശ്വാസകോശത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബോൾ സ്കോർ 20 സെക്കൻഡിന് മുകളിലേക്ക് എത്തിക്കാൻ പാടാണ്. ഇത് നോർമലായിട്ട് വരുന്നത്. ഒരുപക്ഷെ ഈ വ്യായാമം ചെയ്യുന്നവർ അത് നിർത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബോൾ സ്കോർ ഉയർന്നു വരുന്നത് കാണാം. എങ്ങനെയാണ് ഈ ബോൾ സ്കോർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ നോർമലി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ക്രമേണ നമ്മുടെ രക്തത്തിൽ നമ്മൾ ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരു അല്പം കൂടുകയും ഓക്സിജൻ്റെ അളവ് അല്പം കുറയുകയും ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ് പലപ്പോഴും നമുക്ക് ശ്വാസം എടുത്ത് വിടാനുള്ള ഒരു ഫസ്റ്റ് ട്രിഗർ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് ശ്വാസം വിടണം എന്നുള്ളൊരു തോന്നലും തൊണ്ടയ്ക്ക് മുകളിലേക്ക് എന്തോ വന്ന് തട്ടുന്ന പോലുള്ള ഒരു ഫീലിംഗും വരുന്നത്. ഇത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരു അല്പം കൂടുന്നതാണ്. ഈ ഒരു അളവാണ് നമ്മൾ ബോൾട്ട് സ്കോറിലുള്ള ട്രിഗർ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മൂക്കടച്ചു പിടിച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് വരുന്ന ഫസ്റ്റ് ആ ഒരു സെൻസേഷൻ, മുകളിലേക്ക് ശ്വാസം വിടണമെന്നുള്ളൊരു സെൻസേഷൻ വരുമ്പോൾ ഈ ടെസ്റ്റ് നിർത്തണം എന്ന് പറയുന്നത്. ഇത് നമുക്ക് നോർമലായിട്ട് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വെച്ച് ഈ ബോൾട്ട് സ്കോർ ടെസ്റ്റ് പരിശോധിച്ച് നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ഒരു എഫിഷ്യൻസി തിരിച്ചറിയാൻ സാധിക്കും. ഇനി ഈ ബോൾട്ട് സ്കോർ നമുക്ക് കോവിഡ് വന്ന് മാറിയവർക്ക് എങ്ങനെ ഈ ബോൾ സ്കോറിനെ വർദ്ധിപ്പിക്കാം, 20 ബോൾ സ്കോർ കാണുന്നവർക്ക് എങ്ങനെ 40ലേക്ക് എത്തിക്കാമെന്ന് വിശദീകരിക്കാം. 2 തരത്തിലാണ് നമുക്ക് ഈ ബോൾ സ്കോറിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുക. ഒന്ന്, ഈ കോവിഡ് രോഗം വന്ന് മാറിയവർക്ക് ശ്വാസകോശത്തിനുണ്ടായിട്ടുള്ള പ്രോബ്ലംസ് ചികിത്സ മരുന്ന് ഉപയോഗിച്ച് മാറ്റുക. അതായത് നിങ്ങൾക്കൊരു ആസ്മയോ കഫക്കെട്ടോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കഴിക്കുക. ക്രമേണ നമുക്ക് ഈ ശ്വാസകോശത്തിന് വരുന്ന ഇൻഫ്ലമേഷനും കഫക്കെട്ടും കുറയുകയും നമ്മുടെ ഈ ബോൾ സ്കോർ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തത്, ഇതോടൊപ്പം നിങ്ങൾ പതിവായിട്ട് ചെയ്യേണ്ട ശ്വാസകോശത്തിൻ്റെ വ്യായാമങ്ങളാണ്. ഇത് ഞാൻ മുൻപ് ഈ ശ്വാസകോശത്തിന് കോവിഡ് വന്നവർ ചെയ്യേണ്ട 2 വ്യായാമങ്ങൾ വിശദീകരിച്ചു. ഞാൻ വീണ്ടും ഒന്നുകൂടി അത് വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ പ്രോൺ പൊസിഷൻ, കമഴ്ന്ന് കിടന്നതിന് ശേഷം നമ്മൾ ശ്വാസം പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മളൊരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ക്രമേണ പുറത്തേക്ക് വിടുക. ഇത് കമഴ്ന്ന് കിടന്നുകൊണ്ട് പ്രോൺ പൊസിഷനിൽ നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശം പരമാവധി ഇതിന് വികസിക്കാനുള്ള, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ലോവർ പോർഷനും പുറകിലത്തെ പോർഷനും പരമാവധി വികസിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും ക്രമേണ ബോൾ സ്കോർ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തത്, ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന വ്യായാമം. ഞാൻ മുൻപ് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ നിവർന്നിരുന്നതിന് ശേഷം ശ്വാസം ഒരു 5 സെക്കൻഡ് കൊണ്ട് പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് വലിക്കുക. ഒരു 4 മുതൽ 5 സെക്കൻഡ് വരെ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. വീണ്ടും 5 സെക്കൻഡ് കൊണ്ട് ക്രമേണ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നിങ്ങൾക്ക് കോവിഡ് രോഗം പോസിറ്റീവ് ആണെങ്കിൽ 1 മണിക്കൂറിൽ 10 തവണ വരെ ചെയ്യാം. നിങ്ങൾ കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം ഒരു 2 മണിക്കൂറിൽ 10 തവണ വീതം ഇത് ഇടയ്ക്ക് ആവർത്തിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വളരെ പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ ശ്വാസകോശം ഇംപ്രൂവ് ചെയ്ത് വരുന്നതനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ ഈ എക്സസൈസ് തന്നെ ഒന്നുകൂടെ ഇൻറ്റൻസിറ്റി കൂട്ടി ചെയ്യാം. അതായത് നിങ്ങൾ നോർമലി നിവർന്നിരുന്നതിന് ശേഷം 5 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് 4 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യേണ്ടത് നിങ്ങൾ 1 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് പെട്ടെന്ന് ശ്വാസം 1 സെക്കൻഡ് കൊണ്ട് എടുത്തതിന് ശേഷം ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വളരെ സ്ലോലി പുറത്തേക്ക് വിടുക. ഇത് ഈ നിങ്ങളുടെ ശ്വാസകോശം ഇംപ്രൂവ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വ്യായാമത്തിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ കോവിഡ് രോഗം ബാധിച്ചവർ വീട്ടിൽ ചെയ്യേണ്ട ശരീരത്തിന് മൊത്തമുള്ള വ്യായാമം ഞാൻ മുൻപ് വീഡിയോസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വ്യായാമങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ ബോൾ സ്കോർ വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് രോഗം വന്ന് മാറിയവർക്ക് ബോൾ സ്കോർ 15 20 സെക്കൻഡ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ഞാൻ ഈ പറഞ്ഞ വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും 4 മുതൽ 5 പോയിന്റ് വരെ 5 സെക്കൻഡ് വരെ ഗ്രാജ്വലി ഈ ബോൾ സ്കോർ വർദ്ധിച്ച് ഒരു 10 ദിവസം കൊണ്ട് നമുക്കൊരു ബോൾ സ്കോർ 40ന് മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഞാനിവിടെ വിശദീകരിച്ച ബോൾ സ്കോർ ടെസ്റ്റ് കോവിഡ് രോഗം വന്ന് മാറിയവർക്ക് മാത്രമല്ല കേട്ടോ, അലർജി ഉള്ളവർക്ക്, ശ്വാസം മുട്ടൽ, കഫക്കെട്ട് പോലുള്ളവർക്കോ വിട്ടുമാറാതെ പുകവലി ശീലമുള്ളവർക്കോ വീടുകളിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടെങ്കിലോ കൂർക്കം വലി അമിതമായിട്ടുള്ളവരാണെങ്കിലോ ഞാൻ ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യുന്ന വഴിക്ക് നിങ്ങൾക്ക് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കോവിഡ് രോഗം വന്ന് മാറിയ ഒരുപാട് പേര് നമ്മുടെ
നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.